ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള ജീവിച്ചതോ മരിച്ചതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശസ്തന്റെ പേര് ഈ കൂട്ടത്തിൽ ഒരു 60% ആൾക്കാർക്കും അറിയുന്നതായിരിക്കണം എന്നാണ് നമ്മളൊരു ചിന്ത. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശസ്തന്റെ പേര് സാറിന്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഈ പേപ്പർ ഒന്ന് വലുതാക്കി എഴുതിയിട്ട് എഴുതാം. അതിനെ പറ്റുമോ? ഓക്കെ. കയ്യിൽ തന്നെ കൊടുക്കും. നോ പ്രോബ്ലം. ഇനി ഞാൻ എന്റെ മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോവുകയാണ്. നമ്മൾ നല്ലൊരു കയ്യടിയോട് കൊടുത്തിട്ട് ഞാൻ എന്റെ മോളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആശ്വസിച്ച ഒരു കയ്യടി കൊടുത്തേക്കാനും. ഇത് ഒരു പേര് എഴുതിയിട്ടുണ്ട്. ഏതൊരു പ്രശസ്തയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അത് ഏതാണ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് ദൗത്യം. ഓക്കെ റൈറ്റ്. തൊഴിലാണ് നമ്മള് ജയിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രമാണ്. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കില്ല. കാരണം ഇത് മെന്റലിസോ മാജിക്കോ അല്ല, തലച്ചോറിന്റെ ഗെയിമാണ്. ഓക്കെ ആണല്ലോ? റൈറ്റ്. നിങ്ങൾ എഴുതിയ ആ ആള് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു നൊബേൽ സമ്മാന ജേതാവ്, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്. ഇതിൽ ഏതോ ഒന്നാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയല്ല. അദ്ദേഹം ഒരു നൊബേൽ സമ്മാന ജേതാവാണ്. ഓക്കെ. അദ്ദേഹം 1929 ജനുവരി 15 ജനിച്ചത്. കറുത്ത വർഗ്ഗക്കാരുടെ പൗരത്വാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം 1963 വാഷിംഗ്ടണിലേക്ക് നടത്തിയ മാർച്ചിൽ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ പ്രസംഗം നടത്തിയിരുന്നു. വളരെ പ്രസിദ്ധമാണ്. 1968 ഏപ്രിൽ 14 ജെയിംസ് റേ എന്ന് പറയുന്ന ആളുടെ വെടിയേറ്റുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ 39ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത്. മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ. ഇപ്പൊ